ഒരു കിഴങ്ങ് കിളിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ശ്രമം നടത്തിയായിരുന്നു. നമുക്ക് അതിൽ വല്ലതും ഉണ്ടായോ എന്ന് ശ്രമിക്കാമെന്നല്ല, നോക്കാം. ചിലപ്പോൾ ഉണ്ടായി കാണും, ചിലപ്പോൾ ഉണ്ടായി കാണത്തില്ല. ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ്. എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. അതിനെ കിളിപ്പിച്ചതാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ആണ് ഈ ഉണങ്ങി കുതിർന്നിരിക്കുന്നത്. ഒരു കിഴങ്ങെങ്കിലും ഉണ്ടായി കാണുമോയെന്നറിയില്ല, നോക്കട്ടെ. ഇത് കല്ലാണ്. ഒരുപാടുണ്ടായില്ലയോ? അല്ല, ഉണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്. ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, എങ്കിലും വേണ്ടില്ല. കുറേ വെച്ചിട്ട് അതിലാകെപ്പാടെ 2 തയ്യേ അല്ല, അതേ ഉണ്ട്, 2 തയ്യേ കിളുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതും ഈ നാട്ടിലെ മണ്ണിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഒരു വലിയ സംശയം ഉണ്ടായിരുന്നു. ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ്. എന്താണെങ്കിലും എനിക്ക് സന്തോഷമായി. കുഞ്ഞാപ്പിയാണ്, 4 എണ്ണം കിട്ടിയുള്ളൂ, എങ്കിലും വേണ്ടില്ല. എനിക്ക് നമ്മൾ ചെയ്ത് നോക്കി നമുക്കതിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ സന്തോഷം ചെറിയ സന്തോഷമാണ്. അതങ്ങനെ ചെടിയോടൊക്കെ താല്പര്യമൊക്കെ ഉള്ളവർക്ക് അത് നന്നായിട്ട് മനസ്സിലാകും. ഇതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഇട്ടായിരുന്നു കേട്ടോ, ഞാൻ 3 ഇട്ടതാണ്. അതിനകത്ത് എല്ലാം ചീത്തയായി പോവുകയൊക്കെ ചെയ്തു. ആകെപ്പാടെ 2 ചെടിയെ വളർന്നു വന്നുള്ളൂ. കുറച്ച് നാളായി ആയുസം ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാടൊന്നും ഇല്ലായിരുന്നു. ഇതിനൊക്കെ അടിയിലോട്ട് നോക്കി ഇനി ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. നോക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും മൊത്തം കുഴിച്ച് പോകാൻ ഒരു മടി ഇല്ലായ്ക. അയ്യോ, ഇതിൻ്റെ പുറത്തോട്ടാണോ? ഇനി അങ്ങോട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, ഇതൊക്കെ കല്ലാണ്. എന്താണെങ്കിലും 3 കുഞ്ഞിക്കിഴങ്ങുണ്ടായ സന്തോഷത്തിൽ ഒരു വട്ടം കൂടി കിഴങ്ങിടാൻ ഞാനങ്ങ് തീരുമാനിച്ചു. ഒരു കുഞ്ഞിതെങ്കിലും കാണാൻ പറ്റുമോ ഇനി? ഇല്ല, അത്രേ ഉള്ളൂ. അതിലും കൂടുതലൊന്നും ഇല്ല ഇനി. ശരി, അപ്പോൾ അബുദാബിയിലെ എൻ്റെ ഉരുളക്കിഴങ്ങ്.